ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങളെ അല്ലാതെ മറ്റാരെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത്? ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ പറയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവിയാൽ അത് നിർബന്ധിത മതപരിവർത്തനമാവില്ല. അതിനെ അപ്രകാരമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്. ആ സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അസ്ഥാനത്ത് ഉയർത്താനും അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുമുള്ള സാഹചര്യം ഇവിടെ സംജാതമാക്കുന്നു. അതിനോട് നിർബന്ധിത മതപരിവർത്തന നിയമത്തെ പിൻവലിക്കണം എന്നുള്ളതല്ലല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത്. ആ മതപരിവർത്തന നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ്. ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അതേസമയം ഈ നിർബന്ധിത മതപരിവർത്തനം എന്നത് ആരാണിതിന് വ്യാഖ്യാനം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്രകാരമുള്ള ആൾക്കൂട്ടങ്ങളുടെ വിചാരണയിലൂടെ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ അപകടകരമായ വസ്തുത. ആ ഒരു അപകടാവസ്ഥ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലൂടെ സംഭവിക്കുന്നു. അതിന് സത്വരമായ പരിഹാരം കാണണം. ഇങ്ങനെ അന്യായമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കണം. ആൾക്കൂട്ടങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കും അതുപോലെ സാമൂഹ്യ വിരുദ്ധർക്കും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന നിയമങ്ങൾ പിൻവലിക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. നിർബന്ധിത മതപരിവർത്തനത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും അതിൻ്റെ വക്താക്കളാകുന്നില്ല എന്നതും സമൂഹം മനസ്സിലാക്കേണ്ട സത്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴഭിപ്രായം പറയുന്നില്ല. കാരണം വിധി പറയേണ്ടത് ഇന്നെന്നുള്ളത് നാളത്തേക്ക് മാറ്റി എന്നുള്ളത് ജഡ്ജിയുടെ തീരുമാനമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് അതേക്കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും.